ഇന്ന് നമ്മുടെ സഭകളിലും കടന്നു വരുന്ന ഒരു വ്യക്തി നമ്മൾ വ്യത്യസ്തരാണ്, അവരെ പോലെ അല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുക, അതാണ് വാസ്തവത്തിൽ അത്യാവശ്യമായിരിക്കുന്നതായ കാര്യം. അങ്ങനെ വേർപാടും വിശുദ്ധിയും സൂക്ഷിക്കുന്ന ഒരു സഭയാണ് നമ്മുടെ സഭയെങ്കിൽ ഈ സഭയിലേക്ക് ആളുകൾ തീർച്ചയായും കയറി വരുമെന്നുള്ളതിന് സംശയമില്ല. കാരണം ജെനുവിനായിട്ടുള്ള ഒരു സഭയെ അല്ലെങ്കിൽ ഒരു പ്രവർത്തനത്തെ, ഒരു ആത്മീയ പ്രസ്ഥാനം എന്നുള്ള വാക്ക് കറക്റ്റ് അല്ല, അതെല്ലാവരും നോക്കിയിരിക്കുകയാണ്. എല്ലാവരും. പക്ഷെ നമ്മൾ ലോകത്തിന്റെ മറ്റൊരു വേർഷൻ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വ്യത്യസ്തത സൂക്ഷിക്കാൻ കഴിയുന്നില്ല. ജോൺ സ്റ്റോട്ട് പറഞ്ഞൊരു വാചകമുണ്ട്, ദ വേൾഡ്, ലോകം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന്റെ എല്ലാ തരത്തിലുള്ള എല്ലാ സംഘങ്ങളുമായും സംഘടനകളുമായും അതിനെയൊക്കെ മടുത്തു. The world is fed up with everything that happens in the world. And the world is looking to the church for a difference. ലോകം സഭയിലേക്ക് നോക്കുകയാണ് ഒരു വ്യത്യസ്തത കാണാനായിട്ട്. But the disaster is when the world looks to the church, it see just another version of the world. ലോകത്തിന്റെ മറ്റൊരു പതിപ്പായി മാത്രം സഭയെ കാണുന്നത്, അങ്ങനെ കാണുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ലോകത്തിന്റെ മറ്റൊരു വേർഷൻ എന്നതിനേക്കാൾ ലോകത്തിന്റെ വേർഷൻസിനേക്കാൾ മോശമായ ഒരു സമൂഹമായിട്ട് നമ്മളെ കാണുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം. പ്രിയമുള്ളവരെ, നമ്മുടെ സഭകൾക്കൊക്കെ വലിയ ഒരു വ്യതിയാനം വേണം. നമ്മൾ വ്യത്യസ്തരായിരിക്കണം. വേർപാടും വിശുദ്ധിയും സൂക്ഷിക്കുന്ന. ഇന്നിപ്പോൾ ആ വാക്കുകളൊക്കെ നമ്മുടെ സഭകളിൽ കേൾക്കാൻ പോലും ഇല്ലല്ലോ. പണ്ട് കാലത്തൊക്കെ നമ്മുടെ സഭകളിൽ എപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കാണ് വേർപാടും വിശുദ്ധിയും. പക്ഷെ ഇന്നിപ്പോൾ ആ വാക്കുകൾ തന്നെ കേൾക്കുന്നില്ല. ചിലപ്പോൾ കേൾക്കുന്നുണ്ടായിരിക്കും, പക്ഷേ കേൾക്കുമ്പോഴും അതിൻ്റെ പൂർണ്ണമായ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ടല്ല പലപ്പോഴും നമ്മൾ വേർപാടും വിശുദ്ധിയും എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ കൂടുതൽ കോംപ്രമൈസ് ചെയ്യാനാണ്, മറ്റുള്ളവരോട് ചേർന്ന് പോകാനാണ് നമ്മൾ പരിശ്രമിക്കുന്നത് എന്നുള്ളത് എത്ര പരിതാപകരമായ ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. എന്നാൽ ഇതിനിടയിൽ നമ്മൾ മനസ്സിലാക്കണം, ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മൾ വേർപെട്ടവരായിരിക്കണം. നമ്മൾ അവരെ പോലെ ആകരുത്. കർത്താവ് നമ്മളെ ലോകത്തിൽ നിന്ന് വിളിച്ചു, തെരഞ്ഞെടുത്തു, നമ്മളെ സെപ്പറേറ്റ് ചെയ്തു, വേർപെടുത്തിയിരിക്കുകയാണ്. ലോകത്തിൽ തന്നെ നമ്മളെ ആക്കിയിരിക്കുകയാണ്. പക്ഷെ വി ആർ ചോസൻ ഫ്രം ദ വേൾഡ് ആൻഡ് സെപ്പറേറ്റഡ് ഫ്രം ദ വേൾഡ്. ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരും വേർപെടുത്തപ്പെട്ടവരും അല്ലെങ്കിൽ വേർതിരിക്കപ്പെട്ടവരുമാണ് നമ്മൾ എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ ലോകത്തിലാണ് ജീവിക്കുന്നത്. വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ ആ വക്രതയും കോട്ടവും ഉള്ള തലമുറയെ അനുകരിക്കുകയല്ല, പ്രത്യുത അവിടെ നിഷ്കളങ്കരും ദൈവത്തിൻ്റെ പ്രിയ മക്കളുമായി ജീവിക്കുവാൻ നമ്മൾ ഉത്സാഹിക്കുകയാണ് വേണ്ടത്. വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറയുടെ ഭാഗമാകാനല്ല, അവരുടെ ഇടയിൽ എന്നാണ് നമ്മൾ കാണുന്നത്. അവരുടെ ഇടയിൽ, നമ്മൾ അവരുടെ ഇടയിലാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ അവരെ പോലെ ആകുവാൻ ദൈവം ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വിളി കേട്ട ആളുകളെല്ലാം വ്യത്യസ്തരായിരുന്നു. അവരുടെ തലമുറയിൽ വ്യത്യസ്തരായിരുന്നു. അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു കാര്യം. അതിന് വേദപുസ്തകത്തിലുടനീളം നമ്മൾ ഉദാഹരണങ്ങൾ കാണുന്നുണ്ട്. എല്ലാ തലമുറയിലും രണ്ട് തരത്തിലുള്ള ആളുകളുമുണ്ട്. ദൈവത്തെ പിൻപറ്റുന്നവരായ ആളുകൾ, ലോകത്തെ പിൻപറ്റുന്നവരായ ആളുകൾ. ലോകത്തെ പിൻപറ്റുന്നവരായ ആളുകളിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരായിരിക്കണം. ആദ്യ തലമുറ മുതലുള്ള കാര്യമാണിത്.
നമ്മൾ ഇന്നലെ കയീന്റെയും ഹാബേലിന്റെയും ചരിത്രം പഠിച്ചല്ലോ. ഹാബേൽ കയീനിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. ആരാധന രണ്ടുപേരും നടത്തുന്നുണ്ട്. പക്ഷേ വഴിപാട് കൊണ്ടുവന്നത് ആദ്യം കൊണ്ടുവന്നത് കയീനാണ്, പിന്നീടാണ് ഹാബേൽ കൊണ്ടുവരുന്നത്. പക്ഷേ ഹാബേൽ വഴിപാട് കൊണ്ടുവന്നത് വിശ്വാസത്താലാണ്. അതാണ് നമ്മൾ എബ്രായ ലേഖനത്തിൽ കാണുന്നത്. കയീന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. എന്തുകൊണ്ടത് ഉത്തമമായത്? വസ്തുവിൻ്റെ കാര്യമല്ല, നമ്മൾ എന്ത് വസ്തു കൊണ്ടുവന്നെന്നുള്ളതല്ല, എത്ര സമയം വഴിപാട് കഴിച്ചു എന്നുള്ളതല്ല. പ്രത്യുത വ്യക്തിയിലാണ് ദൈവം പ്രസാദിക്കുന്നത്. നമ്മൾ വസ്തുക്കൾ അഥവാ നമ്മൾ പറയുമ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപക്ഷെ ആരാധനയൊക്കെ എല്ലാ കൂട്ടരും ഒരുപോലൊക്കെ ആയിരിക്കും. കയീനും വഴിപാട് കൊണ്ടുവരും, ഹാബേലും വഴിപാട് കൊണ്ടുവരും. പക്ഷേ കയീന്റെ വഴിപാട് വിശ്വാസത്തിൽ നിന്നുള്ളതല്ല, അഥവാ ദൈവ സംസർഗത്തിൽ കഴിയുന്നവനല്ല അവൻ. ഈ വഴിപാട് കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ചു കളയാം എന്നവൻ ചിന്തിച്ചു. എൻ്റെ വഴിപാടിൽ പ്രസാദിക്കുവാൻ ദൈവം ബാധ്യസ്ഥനാണെന്നുള്ള ഒരു ചിന്തയായിരുന്നു അവനുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവൻ്റെ വഴിപാടിൽ പ്രസാദിക്കാഞ്ഞപ്പോൾ അവന് കോപമുണ്ടായതിൻ്റെ കാരണം അതാണ്. ദൈവം എന്തുകൊണ്ടാണ് എൻ്റെ വഴിപാട് പ്രസാദിക്കാത്തത്? എന്നാൽ വഴിപാടിലല്ല ദൈവം ആദ്യം പ്രസാദിക്കുന്നത്, വ്യക്തിയിലാണ്. യഹോവ ഹാബേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു, കയീനിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചില്ല. ആരാധനാ വസ്തുവല്ല പ്രധാനം, ആരാധിക്കുന്നവനാണ് പ്രധാനം, അവൻ്റെ ജീവിതമാണ് പ്രധാനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ രീതിയിൽ കയീൻ ആ ദൈവബന്ധമില്ലാതെ ജീവിച്ചവനായിരുന്നു. കർത്താവ് കയീനോട് ചോദിക്കുന്ന ചോദ്യവും അതാണ്, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകയില്ലയോ? വിശ്വാസം, അതുകൊണ്ടാണല്ലോ എബ്രായ ലേഖനം 11:4 വിശ്വാസത്താൽ ഹാബേലിന് ദൈവവുമായിട്ടുള്ള ആ ബന്ധമുണ്ടായിരുന്നു. ഫെയ്ത്ത് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പാണ്. ആ റിലേഷൻഷിപ്പ് ഇല്ലാതെ ആരാധിച്ചിട്ട് കാര്യമൊന്നുമില്ല. ബന്ധമില്ലാതെ ആരാധിച്ചിട്ട് ആരാധനയിൽ ദൈവം പ്രസാദിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് കഷ്ടമാണ്. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ഞാൻ ഒരിക്കലെ ഒരു വീട്ടിൽ പോയപ്പോൾ ആ വീട്ടുകാര് അവരുടെ കുടുംബ പ്രാർത്ഥന, ഞാനും കൂടി ഇരിപ്പുണ്ട്, അടിച്ച് പൊളിച്ചൊരു പാട്ട് പാടി കൈയൊക്കെ അടിച്ചങ്ങ് പൊട്ടിച്ചെന്ന്. അതുപോലെ കൈയടിച്ച് ഒരു പാട്ട് പാടി അത് കഴിഞ്ഞിട്ട് കുറേയേറെ അന്യഭാഷയെല്ലാം പറഞ്ഞ് നിർത്തി കഴിഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് അവരോട് ചോദിച്ചു, നമ്മളിപ്പോൾ പാടിയ പാട്ട് ഏതാണ്? പാട്ടം കൊണ്ട് നിർത്തിയതേ ഉള്ളൂ. ഉടനെ അവർ പുസ്തകം എടുക്കുക, ഏത് പാട്ടാണ് പാടിയെന്നോ ആലോചിക്കാൻ. കാരണം ആ പാട്ടിൻ്റെ ട്യൂൺ അനുസരിച്ച് അടിച്ച് പൊളിച്ച് പാടി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ പാട്ടിൻ്റെ അർത്ഥം ഒന്നും ഗ്രഹിച്ചുകൊണ്ടൊന്നും അല്ല പാടിയത്. റിലേഷൻ ഉള്ളവന് മാത്രമേ ആ രീതിയിൽ ആരാധിക്കുവാൻ കഴിയുകയുള്ളൂ. റിലേഷൻ വേണം, റിലേഷൻ. ആരാധന എപ്പോഴും റിലേഷന്റെ ഭാഗമായിരിക്കണം. അതിൽ നിന്ന് വേണം. അവൻ്റെ ആരാധന ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമല്ല പ്രധാനം. ഇന്ന് നമ്മളിപ്പം പ്രൈസ് ആൻഡ് വർഷിപ്പ് ടീമൊക്കെ ഒത്തിരി ഉണ്ടല്ലോ. ഞാൻ ആഫ്രിക്കയിലെ ഡാറസലാമിൽ ഉണ്ടായിരുന്ന ഒരു ചർച്ച്, പണ്ട് ഞാൻ പോയിക്കൊണ്ടിരുന്ന ഒരു ചർച്ചാണ്. അവിടെ ഒരു വലിയൊരു വർഷിപ്പ് ടീമുണ്ട്. ഈ വർഷിപ്പ് ടീം പാട്ട് പാടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കൈകളൊക്കെ ഇങ്ങനെ ഉയർത്തി ആട്ടി, കരങ്ങൾ അടിക്കുന്നത് നമ്മുടെ സ്റ്റൈലിലല്ല, അതല്ലല്ലോ. അതെല്ലാം അവരുടെ ഇപ്പോഴത്തെ ആ ഒരു വെസ്റ്റേൺ വർഷിപ്പിൻ്റെ രീതിയിൽ തന്നെ അവർ കാര്യങ്ങളെല്ലാം ചെയ്ത് അത് കഴിഞ്ഞ് പാട്ടിൻ്റെ ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്ക്
അവർ മുട്ടുമടക്കും, നിലത്ത് മുട്ടുകുത്തി അവിടെ നിന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കും, പാട്ടുപാടും. അതിനുശേഷം കമന്നങ്ങ് വീഴും, കരയും. ജെസ്സി ഒരു പ്രാവശ്യം ഇവർ കരയുന്ന കണ്ണീര് താഴെ വീണ് ആ കണ്ണീരിന്റെ ഫോട്ടോ എടുത്ത് തന്നെ കാണിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അപ്പേ നോക്കിക്കേ, ഇവരൊക്കെ എന്തോ ഒരു കരച്ചിലാ. നമ്മുടെ നാട്ടിൽ പിള്ളേർ വല്ലോ ഇങ്ങനെ വല്ലതും കരയുമോ? ഇത് പക്ഷേ ഒരു 15 കൊല്ലം മുമ്പിലത്തെ കാര്യം ഞാൻ പറയാം, 13 കൊല്ലം മുമ്പിലത്തെ കാര്യമാണ് പറയുന്നത്. ഇപ്പം ഇതെല്ലാം എല്ലായിടത്തും ഉണ്ടെന്നുള്ള ഒരു ചിന്തയായിപ്പോയി. അപ്പം ഞാനവളോട് പറഞ്ഞു, നമുക്ക് നോക്കാം. അപ്പം ഞായറാഴ്ചത്തെ ആരാധനയാണിത്. അപ്പം അങ്ങനെ ഇരിക്കെ ഒരു ദിവസം, ഒരു ശനിയാഴ്ച ഞാൻ അവിടെ ചർച്ചിൽ പോയി. ചർച്ചിൽ പോയപ്പോൾ ഇവർ ഈ പാട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ്. പിറ്റേ ദിവസത്തെ പാട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ പാട്ട് മാത്രമല്ല അവർ പ്രാക്ടീസ് ചെയ്യുന്നത്, എപ്പോൾ മുട്ടുമടക്കണമെന്നും എപ്പോൾ കുമ്പിടണമെന്നും എപ്പോൾ കരയണമെന്നും എല്ലാം അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കരച്ചിൽ പോലും പ്രാക്ടീസ് ചെയ്യാം. പിറ്റേ ദിവസത്തെ പാട്ട് മാത്രമല്ല, പിറ്റേ ദിവസത്തെ കരച്ചിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ക പെർഫോമൻസിലേക്ക് വന്നിരിക്കുകയാണ്. പല ആരാധനകളും പെർഫോമൻസിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ പാട്ടുപാടുന്നതിന് എതിരൊന്നുമല്ല. പാട്ടുപാടുമ്പോൾ കരച്ചിൽ വന്നാൽ കരയണം, അതിനൊന്നും ഞാൻ എതിരൊന്നുമല്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അത് ഹൃദയത്തിൽ നിന്നല്ല എങ്കിൽ, അത് വിശ്വാസത്താലല്ല. ഈസ് ഇറ്റ് ബൈ ഫെയ്ത്ത്? ആ റിലേഷൻഷിപ്പിൽ നിന്നാണോ? അത് നമ്മൾ ചോദിക്കണം. ജീവിതത്തിൽ വ്യത്യാസമില്ലാതെ ആരാധന എന്ത് കഴിച്ചിട്ടും യാതൊരു കാര്യവുമില്ല. കൈൻ്റെ ആരാധന മോശമൊന്നുമല്ലായിരുന്നു. പക്ഷെ അവൻ്റെ ലൈഫിൽ അവൻ വ്യത്യസ്തനല്ലായിരുന്നു. അവൻ ഇപ്പം ഇത് ഈ ജീവിതമില്ലാതെ ആരാധന എന്നെ ഒത്തിരി ബാധിച്ച ഒരു, അതായത് ഞാനൊരു പ്രാവശ്യം മൊസാംബിക്കിൽ അവരുടെ ഒരു ചർച്ചിൽ 10,000 വിശ്വാസികൾ വരുന്ന ഒരു ചർച്ച. അപ്പോൾ അവിടെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടിയാണ് അവിടുത്തെ വർഷിപ്പ് ലീഡ് ചെയ്യുന്നത്. വലിയ ഹൈ ഹീൽഡ് ഷൂസും ഒക്കെ ഇട്ട് ഭയങ്കര ഡാൻസും മറ്റുള്ള കാര്യങ്ങളും. ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു ഉച്ചസ്ഥായിയിലാകുമ്പോഴത്തേക്ക് ഇവള് നിലത്ത് മുട്ടുകുത്തി കരയുകയും എല്ലാ കാര്യവും. അപ്പോൾ ആൾക്കാരെല്ലാം കരയും, ഇവള് കരയുമ്പോൾ എല്ലാവരും കരയും. അങ്ങനെ വലിയ വർഷിപ്പൊക്കെ ലീഡ് ചെയ്ത് അതിനുശേഷമാണ് ഞാൻ പ്രസംഗിക്കാൻ കയറുന്നത്. സഭായോഗമാണ്. അപ്പോൾ എൻ്റെ പ്രസംഗം കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോൾ ഈ പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർ പ്ലീസ് പ്രേ ഫോർ മീ. പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, ഫോർ വാട്ട്? എന്തിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? പെൺകുട്ടി പറഞ്ഞു, പ്ലീസ് പ്രേ ദാറ്റ് ഐ മേ ഗെറ്റ് എ ഹസ്ബൻഡ്. എനിക്കൊരു ഭർത്താവിനെ കിട്ടാനായിട്ട് പ്രാർത്ഥിക്കണം. എന്നാൽ ഞാൻ ചോദിച്ചു, ആർ യു നോട്ട് മാരീഡ്? നീ കല്യാണം കഴിച്ചതല്ലേ? നീ പെങ്കൊച്ചു പറയാ, യെസ് ഐ എം മാരീഡ് ബട്ട് ഹി ഈസ് നോട്ട് ഗുഡ്, സോ യു പ്രേ ദാറ്റ് ഐ മേ ഗെറ്റ് അനദർ ഹസ്ബൻഡ്. ഞാൻ കല്യാണം കഴിച്ചതാ, പക്ഷെ അവൻ അത്ര ഗുണമില്ല, അതുകൊണ്ട് നീ മറ്റൊരു ഭർത്താവിനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണോ? പോർച്ചുഗീസാണ് അവള് ഈ പാട്ടൊക്കെ പാടുകയൊക്കെ ചെയ്യുന്നത്, പോർച്ചുഗീസ് ഭാഷയിൽ. എനിക്കറിയാവുന്ന ഭാഷയിൽ അവൾ പറഞ്ഞു, പൊക്കോണം എൻ്റെ മുമ്പിൽ നിന്ന് എന്ന് പറഞ്ഞ് ഞാൻ ഓടിച്ചു വിട്ടു. പക്ഷെ ആരാധനയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞത്, വ്യത്യസ്തത എന്ന് പറയുന്നത് അഭിനയമല്ല. വ്യത്യസ്തത എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ളതായിരിക്കണം. കയ്യിനും ആരാധിക്കുന്നവനായിരുന്നു, പക്ഷെ അവൻ വ്യത്യസ്തനല്ലായിരുന്നു. ഹാബേല് പാവമായിരുന്നു, അവൻ അനുജനായിട്ട് ജീവിച്ചവനാ, പക്ഷേ അവൻ ഡിഫറൻ്റ് ആയിരുന്നു. കാര്യം, അവന് ദൈവവുമായിട്ട്
ഒരു വലിയ ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവൻ എല്ലായ്പ്പോഴും ആ ദൈവ ബന്ധത്തിൽ തന്നെ കഴിഞ്ഞിരുന്നത് കൊണ്ട് ഹി വാസ് ഡിഫറൻറ്റ്. അവൻ വ്യത്യസ്തനായിരുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയ്യിൻ്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവൻ നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞാൽ ഇവിടെ വിശ്വാസം എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ ബിലീഫ് അല്ല, അതിന് അപ്പുറത്ത് റിലേഷനാണ്. വേദപുസ്തകത്തിൽ വിശ്വാസം എന്നുള്ള വാക്ക് ബിലീഫ്, നമ്മൾ ഇംഗ്ലീഷിലെ ബിലീഫ് എന്ന് പറയും, ഫെയ്ത്ത് എന്ന് പറയും. ഫെയ്ത്തിന് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് വിശ്വാസം, ബിലീഫിനും വിശ്വാസം എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കൊരു കൺഫ്യൂഷനുണ്ട്. പക്ഷെ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ ബിലീഫ് അല്ല, ബുദ്ധിപരമായ ഒരു വസ്തുതകളിലുള്ള ഒരു വിശ്വാസമല്ല, റിലേഷൻഷിപ്പാണ്. ആ റിലേഷൻഷിപ്പ് നമുക്കുണ്ടോ എന്നുള്ളതാണ്. ആ റിലേഷൻഷിപ്പാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അവൻ റിലേഷൻ ഇല്ലായിരുന്നത് കൊണ്ട് ദൈവം അവന്റെ യാഗത്തിൽ പ്രസാദിച്ചിരുന്നു പറഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് കോപം ഉണ്ടായെന്ന് എഴുതിയിരിക്കുന്നത്. അവൻ മനുഷ്യനോടും ദൈവത്തോടും കോപിക്കുകയാണ്. കാരണം അവന് ദൈവസന്നിധിയുമായിട്ട് റിലേഷൻ ഇല്ല, ബന്ധമില്ല. അവന്റെ മുഖം വാടി. കർത്താവ് ചോദിക്കുന്നു, എന്താ നിന്റെ മുഖം വാടിയിരിക്കുന്നത്? എന്തിനാണ് നീ കോപിക്കുന്നത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകയില്ലയോ? അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോഴും നിനക്ക് മടങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. നീ വിശ്വാസത്തിന്റെ ആളാകണം. എന്നാൽ നീ നന്മ ചെയ്യുന്നില്ലെങ്കിൽ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു. പാപം നിന്റെ വാതിൽക്കൽ പതുങ്ങിക്കിടക്കുന്നു എന്നാ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. പതുങ്ങിക്കിടക്കുന്നു, നിന്നെ പിടിക്കാൻ പതുങ്ങിക്കിടക്കുന്ന പാപം. അത് നമ്മൾ മനസ്സിലാക്കുക. ഹല്ലേലൂയ. അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു. നീ അതിനെ കീഴ്പ്പെടുത്തണം, ഇല്ലെങ്കിൽ അത് നിന്നെ കീഴ്പ്പെടുത്തും. ഇതാണ് നമ്മൾ ഇന്നലെ കണ്ടതായ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ കയീനിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു ഹാബേൽ. പാപം കയീനെ കീഴടക്കി. ഹാബേൽ, അവിടെ നമ്മൾ എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യം, അതിനാൽ അവന് വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയ്യിൻ്റെതിൽ ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവൻ നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. നീതിമാൻ, നീതിമാൻ എന്ന് പറയുന്നത്, ആ നീതി എന്ന വാക്ക്, റൈച്ചസ്നെസ്, സദാക്ക, ആ വാക്കിന്റെ ഒരു പ്രത്യേകത ദർ ഇസ് നത്തിങ് ഇൻ ബിറ്റ്വീൻ ടു പീപ്പിൾ എന്നുള്ളതാണ്. രണ്ടു പേർക്ക് മധ്യത്തിൽ ഒന്നും കയറി നിൽക്കാത്തൊരവസ്ഥ. അങ്ങനെയുള്ള ഒരു നീതി ദൈവത്തിനും ഹാബേലിനും ഉണ്ടായിരുന്നു. ഹാബേലിനും ദൈവത്തിനും മധ്യത്തിൽ ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. എന്നാൽ കയീൻ അങ്ങനെ ആയിരുന്നില്ല. കയീൻ, യൂദായുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ കയീനെ പോലെ ആകരുത്, ബി ഡിഫറൻറ്റ്. കയീന്റെ വഴിയിൽ നടക്കുന്ന ആളുകൾ, കയീന്റെ വഴി എന്താണ്? അവൻ നീതിമാൻ എന്ന് അവൻ തന്നെ ചിന്തിച്ചു. അവന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാൻ ദൈവം ബാധ്യസ്ഥനാണെന്നാണ് അവൻ ചിന്തിച്ചത്. എന്നാൽ കയീൻ നീതിമാനാണെന്ന് അവൻ ചിന്തിച്ചെങ്കിൽ, തങ്ങളെ തന്നെ നീതിമാന്മാരെന്ന് ചിന്തിക്കുന്നവരെ കുറിച്ച് കർത്താവ് തന്നെ പറയുന്നുണ്ട്. അത് നമ്മൾ ഇപ്പൊ എടുക്കുന്നില്ല. നീതിമാൻ എന്ന സാക്ഷ്യം ലഭിക്കേണ്ടത് ദൈവത്തിൽ നിന്നാണ്. എബ്രായ ലേഖനത്തിന്റെ 11:4 നമ്മൾ വായിക്കുന്നത്, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ആരിൽ നിന്ന് ലഭിച്ചു? ദൈവത്തിൽ നിന്ന് ലഭിച്ചു. ദൈവം വഴി അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരുന്നു. ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ. കയീന് ദൈവവുമായിട്ട് ബന്ധമില്ലായിരുന്നു.
അവൻ ദൈവിക സ്വഭാവത്തിന്റെ നേരെ വിപരീതമായിട്ട് അസൂയയും പകയും പിണക്കവും തന്നെയല്ല, അവൻ കൊല ആസൂത്രണം ചെയ്യുന്നതാണ് നമ്മളവിടെ കാണുന്നത്. അനുജനെ കൊല്ലാൻ അവൻ കൊല ആസൂത്രണം ചെയ്യുകയാണ്. അവൻ വ്യത്യസ്തനാകുന്നില്ല. അവൻ ദൈവബന്ധത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രോബ്ലമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അവൻ മരണശേഷവും ഹാബേൽ സംസാരിച്ചുകൊണ്ടിരുന്നു. മരണം കൊണ്ടുപോലും മായുന്നതല്ല ദൈവബന്ധം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ബാക്കിയെല്ലാം മരണം കൊണ്ട് മായും, എന്നാൽ ദൈവബന്ധം മരണം കൊണ്ടുപോലും മായുന്നതല്ല. ഹാബേൽ കയീനിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു നമ്മൾ കണ്ടു. ഇനി അടുത്തതായിട്ട് നമ്മൾ വേറെ രണ്ട് കഥാപാത്രങ്ങളെ, ഒരേ കാലയളവിൽ ജീവിച്ചിരുന്ന ആളുകളെയാണ് ഞാൻ ഈ പറയുന്നത്. ഒരേ കാലയളവിൽ ദൈവികമായി ജീവിച്ച വ്യക്തിയും ദൈവവിരുദ്ധമായി ജീവിച്ച വ്യക്തിയും തമ്മിലുള്ള വ്യത്യസ്തതയാണ്. ദൈവികമായി ജീവിക്കുന്നവൻ വ്യത്യസ്തനായിരിക്കും. ഇനി ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് തന്നെ, അതിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ നിന്ന് തന്നെ ഞാൻ വേറെ രണ്ടുപേരെ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന് ഹാനോക്ക്, നമുക്കറിയാവുന്ന ആൾ. ഹാനോക്ക് ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക് എന്നാണ് യൂദായുടെ ലേഖനം 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക്. എന്നാൽ ആദാം മുതൽ ഏഴാമനായ ഹാനോക്കിനെ പോലെ അത് ശേത്തിന്റെ വംശപരമ്പരയിൽപ്പെട്ട ആളാണ് ഹാനോക്ക്. ആ ശേത്തിന്റെ വംശപരമ്പരയിൽപ്പെട്ട. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആദാമിന് 130 വയസ്സായപ്പോൾ അവൻ തൻ്റെ സാദൃശ്യത്തിൽ തൻ്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു. അവന് ശേത്ത് എന്ന് പേരിട്ടു. ശേത്തിനെ ജനിപ്പിച്ച ശേഷം ആദാം 800 സംവത്സരം ജീവിച്ചിരുന്ന പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ആദാം മരിച്ചു. ശേത്ത് അതിനുശേഷം, ഞാൻ മൊത്തമായിട്ട് വായിക്കുന്നില്ല, ശേത്തിന് മകൻ ജനിക്കുന്നു ഏനോശ്. ഏനോശിന് മകൻ ജനിക്കുന്നു, അവന് കേനാന്. കേനാന് ശേഷം നമ്മൾ മഹലേലിനെ ജനിപ്പിക്കുന്നു. മഹലേലിന് ശേഷം നമ്മൾ കാണുന്നത് യാരദിനെ ജനിപ്പിക്കുന്നു. യാരദിൻ്റെ മകനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാനോക്ക്. 7-ാമത്തെ തലമുറയാണ്. എന്നാൽ ശേത്തിന്റെ വംശപരമ്പരയിലെ 7-ാമത്തെ തലമുറ ഹാനോക്കാണെങ്കിൽ, കയീന്റെ വംശപരമ്പരയിൽപ്പെട്ട 7-ാമത്തെ ആള്, കയീന്റെ വംശപരമ്പര നമ്മൾ 4-ാമത്തെ അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിന്റെ 4-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ നമ്മൾ 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, കയീൻ തൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു. നോക്കുക, അവിടെ ഒരു ഹാനോക്കുണ്ട്. ആദാം മുതൽ 7-ാമനായ ഹാനോക്കുണ്ട്, ആദാം മുതൽ 3-ാമനായ ഹാനോക്കുണ്ട്. പക്ഷെ ഈ ഹാനോക്ക് ദൈവപരമ്പരയിൽപ്പെട്ട ഹാനോക്കല്ല, കയീന്റെ വംശപരമ്പരയിൽപ്പെട്ട, കയീന്റെ ഭാര്യ പ്രസവിച്ചതാണ് ഹാനോക്ക്. എന്നാൽ നമ്മുടെ ഹാനോക്ക് എന്ന് നമ്മൾ വിളിക്കുന്ന ഹാനോക്ക് ആദാം മുതൽ ശേത്തിന്റെ വംശപരമ്പരയിൽ 7-ാമത്തെ ആളാണ്. ഈ 3-ാമത്തെ കയീന്റെ തലമുറയിലെ 3-ാമത്തെ, അതായത് ആദം, കയീൻ, ഹാനോക്ക്. ഈ ഹാനോക്ക് ജനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കയീൻ എന്ത് ചെയ്തു? ഒരു പട്ടണം പണിത് തൻ്റെ മകന്റെ പേര് ആ പട്ടണത്തിലിട്ടെന്ന് നമ്മൾ വായിക്കുന്നു 17-ാമത്തെ വാക്യത്തിൽ. നമ്മളൊക്കെ നമ്മുടെ മക്കളുടെ പേര് നിലനിർത്താനായിട്ട് മാക്സിമം ഒരു വീട് വല്ലതും പണിതൊരു പേരിടുമായിരിക്കും. പക്ഷേ
കയീൻ ഒരു വീടല്ല, ഒരു പട്ടണം തന്നെ പണിതു. എന്നിട്ട് തൻ്റെ മകൻ്റെ പേരിട്ടു. എന്തിനാ? തൻ്റെ മോൻ്റെ പേര് ഓർത്തിരിക്കണം എല്ലാവരും. എന്നിട്ടും നമ്മളിത് പറഞ്ഞപ്പം ഇപ്പോഴും നമ്മുടെ മനസ്സിൽ, ഞാൻ യൂദായുടെ ലേഖനത്തിൽ ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക് എന്ന് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഒരു സംശയം ഉണ്ടായി, വേറെ ഏതാ ഹാനോക്ക്? എൻ്റെ മനസ്സിൽ അന്ന് ആദ്യം അത് വായിക്കുമ്പോൾ വേറെ ഒരു ഹാനോക്കിനെ എൻ്റെ മനസ്സിൽ വന്നില്ല. ഇത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം ആദ്യം വായിച്ചിട്ടുണ്ട്, പക്ഷെ ഇതെൻ്റെ മനസ്സിൽ വന്നില്ല. ആ ഹാനോക്കിനെ ഓർത്തിരിക്കണമെന്ന് പറഞ്ഞ് പട്ടണം പണിതിട്ട് പോലും ആരും ഓർത്തില്ല. ഇതുപോലെയാ പ്രിയമുള്ളവരെ, നമ്മൾ പേരുണ്ടാക്കാൻ നോക്കി എന്തെല്ലാം കാണിച്ചാലും പേര് നിലനിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മളെ ഹാനോക്കിനെ നമ്മളെല്ലാം ഓർക്കുന്നു. എന്തുകൊണ്ടാ? അവനെ ഓർക്കുന്നത് അവൻ ദൈവബന്ധിയായതുകൊണ്ടാണ്, അവൻ ഡിഫറൻ്റ് ആയതുകൊണ്ടാണ്. ഈ ലാമക്ക് കയീൻ്റെ വംശപരമ്പരയിൽപ്പെട്ട, നമ്മൾ അതിൻ്റെ 18-ാമത്തെ വാക്യം വായിക്കോളൂ. ഹാനോക്കിന് ഈരാദ് ജനിച്ചു, ഈരാദ് മെഹൂയേലിനെ ജനിപ്പിച്ചു, മെഹൂയേൽ മെതുശലേലിനെ ജനിപ്പിച്ചു, മെതുശലേൽ ലാമക്കിനെ ജനിപ്പിച്ചു. അപ്പൊ കയീൻ, ആദാം, കയീൻ, ഹാനോക്ക്, ഈരാദ്, മെഹൂയേല്, മെതുശയേല്, ലാമക്ക്. 7-ാമത്തെ തലമുറ ലാമക്ക്. അപ്പൊ ആദാം മുതൽ ദൈവിക പാതയിൽ ജീവിക്കുന്ന ശേത്തിന്റെ വംശപരമ്പരയിൽപ്പെട്ട ഹാനോക്കും അവന്റെ അതേ കാലയളവിൽ ജീവിച്ചിരുന്ന കയീന്റെ വംശപരമ്പരയിൽപ്പെട്ട ലാമക്കും, ഈ രണ്ടുപേരുടെയും ജീവിതം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഹാനോക്ക് എത്ര വ്യത്യസ്തനായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്നാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത്. 5-ാം അധ്യായത്തിൽ അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നത്, മെതുശലേഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിന്റെ ആയുഷ്കാലം 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ലാമക്ക് ദൈവത്തോട് കൂടെ നടക്കുന്നൊന്നുമില്ല. കാരണം ലാമക്കിന് ദൈവബന്ധമില്ല. ഹാനോക്ക് അങ്ങനെയല്ല, ദൈവത്തോട് കൂടെ നടന്നു. ദൈവത്തിൽ നിന്നും മാറി ഒരു അസ്തിത്വം ഹാനോക്കിന് ഇല്ലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഞായറാഴ്ച നടക്കുകയല്ല, എപ്പോഴും, ഓൾ ദ ടൈം, 24/7, 366 ഡേയ്സ് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അതായിരുന്നു അവന്റെ വ്യത്യസ്തതയുടെ കാരണം. നമ്മൾ വ്യത്യസ്തരാകണമെങ്കിൽ വ്യത്യസ്തനായ ദൈവത്തിന്റെ കൂടെ നടക്കുന്നവരായിരിക്കണം നമ്മൾ. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. യേശുവിന്റെ കൂടെ നടക്കുന്നതാണ് ആത്മീയത. അവരാണ് വ്യത്യസ്തരാകുന്നത്. ഹല്ലേലൂയ. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ഈ നിരന്തരമായ യാത്ര ഞായറാഴ്ച മാത്രമല്ല. ഇന്ന് പലപ്പോഴും പണ്ട് നമ്മൾ സമുദായക്കാരെയൊക്കെ പറയുമായിരുന്നു സൺഡേ ക്രിസ്ത്യൻസ് ആണെന്ന്, ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോകുന്നവര്. ഞായറാഴ്ച പോലും പള്ളിയിൽ പോകാത്തവരും ഉണ്ട്. ഇന്നിപ്പം നമ്മൾ വിശ്വാസികൾ എന്ന് പറയുന്ന ആൾക്കാരും സൺഡേ ക്രിസ്ത്യൻസ് ആയിട്ട് പോയിട്ടില്ലേ എന്നല്ല, ഒത്തിരി പേര് അങ്ങനെ ആയിപ്പോയി, സൺഡേ ക്രിസ്ത്യൻസ്. ഞായറാഴ്ച മാത്രം ഒരു അല്പം ആത്മീയമൊക്കെ ഉണ്ടെങ്കിൽ, അത് കഴിഞ്ഞാൽ പരിപാടി തീർന്നു. പിന്നെ അവരുടെ ലോകത്തിലാണ്. എന്നാൽ ഹാനോക്കിന്റെ പ്രത്യേകത, അവൻ 24 മണിക്കൂറും 366 ദിവസവും അവൻ ദൈവത്തോട് കൂടെ നടന്ന വ്യക്തിയാണ്. യേശുവിൻ്റെ കൂടെ നടക്കുന്നതാണ് ആത്മീയത. ഞായറാഴ്ച ക്രിസ്ത്യാനികളായിട്ട് വന്നിരിക്കുക ഇന്ന് നമ്മൾ വിശ്വാസികളുടെ കുഞ്ഞുങ്ങളല്ല, വിശ്വാസികൾ പോലും അതും ഇല്ലാതെ വരികയാണ്. അതിനുപോലും പിള്ളേരെ ഇപ്പം നിർബന്ധിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. സൺഡേ സ്കൂളിന് എന്നാ കൊച്ചിനെ വിടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും,
നമുക്കിപ്പോ നിർബന്ധിക്കാൻ പറ്റുമോ ബ്രദറെ എന്ന് ചോദിക്കും. സ്കൂളിൽ പോയില്ലെങ്കിൽ നിർബന്ധിക്കുമോ? അത് പിന്നെ നമുക്കിപ്പോൾ സ്കൂളിൽ വിടാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ സ്കൂളിൽ വിട്ടേലേ പറ്റൂ, സൺഡേ സ്കൂളിന് വിടാതിരിക്കാനും പറ്റും. അങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ നടക്കുന്നത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കുഞ്ഞുങ്ങൾ 24 മണിക്കൂറും 365 ദിവസവും ദൈവികമായി ജീവിക്കുന്ന, ദൈവികരായി ജീവിക്കുന്ന ഒരു സമൂഹമായി വരേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ചിന്തിക്കുന്നത് ആരാധന കൂടി എന്നൊക്കെ പറയുമല്ലോ. ചിലരുടെ ചിന്ത ആരാധന എന്ന് പറയുന്നത് ഈ പാട്ട് പാടി കൈ അടിക്കുന്ന, അല്ലെങ്കിൽ കൈ പൊക്കുന്ന. പണ്ടൊക്കെ കൈ അടിക്കുമായിരിക്കും, ഇപ്പൊ കൈ അടിക്കത്തില്ല, കൈ ഇങ്ങനെ പൊക്കത്തേ ഉള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടും. അതാണ് ആരാധന. ഒരു സ്ഥലത്തൊരു ആളിങ്ങനെ പറഞ്ഞതാണ്, ഇത്രയും നേരം ഒരു ദൈവദാസൻ വന്ന് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇത്രയും നേരം നമ്മൾ ബൈബിളിൽ നിന്ന്, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കേൾക്കുകയായിരുന്നു, ഇനി അല്പസമയം നമുക്ക് ആരാധിക്കാമെന്ന്. എന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? ബൈബിൾ വായിച്ചതൊന്നും ആരാധനയൊന്നും അല്ല. ആരാധന വേറെയായിട്ട് ആൾക്കാർ കാണുന്നത്. അതിനുവേണ്ടി വർഷിപ്പ് ടീമൊക്കെ അല്ലേ നമുക്കിപ്പോൾ, വർഷിപ്പ് ലീഡർ, വർഷിപ്പ് ടീം. ഒരു പാസ്റ്ററോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, വെൻ വിൽ യുവർ വർഷിപ്പ് എൻഡ്സ്? എപ്പോഴാണ് നിങ്ങളുടെ ആരാധന തീരുന്നതെന്ന്. ആ പാസ്റ്റർ പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? അവർ സർവീസ് എൻഡ്സ് അറ്റ് 11:30 ആൻഡ് അവർ വർഷിപ്പ് സ്റ്റാർട്ട്സ്. 11:30 ഞങ്ങളുടെ സർവീസ് തീരും, അപ്പോൾ ഞങ്ങളുടെ ആരാധന തുടങ്ങും. പിന്നുള്ള 7 ദിവസവും ഞങ്ങൾ ആരാധനയാണ്. നമ്മുടെ ജീവിതം മുഴുവൻ ആരാധനയാകണം. ഹാനോക്കിന്റെ പ്രത്യേകത അതാണ്. ഹാനോക്ക് വ്യത്യസ്തനായിരുന്നു. എങ്ങനെ? 24 മണിക്കൂറും അവൻ ദൈവത്തിന്റെ കൂടെ നടന്നവനാണ്. അങ്ങനെ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഹാനോക്ക്. എന്നാൽ ലാമക്ക് അങ്ങനെയുള്ളൊരു വ്യക്തിയൊന്നും അല്ലായിരുന്നു. കാര്യം അവന് ദൈവബന്ധമേ ഇല്ലായിരുന്നു. ഹി വാസ് നോട്ട് ഗോഡ്ലി. ലാമക്കിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ലാമക്ക് അവനാണ്, നമ്മൾ ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ലാമക്ക് 2 ഭാര്യമാരെ എടുത്തു, ഒരുത്തിക്ക് ആദാ എന്നും മറ്റവൾക്ക് സില്ല എന്നും പേർ. ഈ ലാമക്ക് ഒരു പ്രത്യേക മനുഷ്യനാണ്. അയാളാണ് പോളിഗാമി കണ്ടുപിടിച്ചത്. ഒരു ഭാര്യയുടെ കൂടെ തന്നെ ജീവിക്കുന്നതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. ഒന്നിലധികം ഭാര്യമാരെ ആകാം എന്ന് കണ്ടുപിടിച്ച, പോളിഗാമി കണ്ടുപിടിച്ച പാർട്ടിയാ ഈ ലാമക്ക്. അവന് ദൈവമില്ല. കർത്താവ് പഠിപ്പിച്ചത് ഒരു പുരുഷന് ഒരു സ്ത്രീ എന്നാണ്. അതാണ് ദൈവവചനം, അതാണ് ദൈവത്തിന്റെ സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു പുരുഷന് ഒരു സ്ത്രീ എന്നുള്ളതാണ് ദൈവത്തിന്റെ സിസ്റ്റം. ഒരു പുരുഷന് പല സ്ത്രീ എന്നതോ ഒരു സ്ത്രീക്ക് പല പുരുഷന്മാരെന്നുള്ളതോ ദൈവത്തിന്റെ സിസ്റ്റമല്ല. സമൂഹം അങ്ങനെ ആയാലും നമ്മൾ വ്യത്യസ്തരായിരിക്കണം. നമ്മൾ ദൈവവചനം പറയുന്ന കാര്യങ്ങൾ കേട്ട് മാത്രം പോകണം. ദൈവ വഴി ഒരു പുരുഷൻ ഒരു സ്ത്രീ എന്നാണ്. എന്നാൽ മനുഷ്യന്റെ വഴി, ദൈവമില്ലാത്ത മനുഷ്യന്റെ വഴിയാണ് പോളിഗാമി എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ അത് വലിയ കുഴപ്പമില്ലെന്നൊക്കെ ഒരു ചിന്ത പോലെ ആയിപ്പോയിട്ടില്ലേ എന്നെനിക്ക് സംശയം. ഡിവോഴ്സ് ഒന്നും ഇന്നിപ്പോ ഒരു വലിയൊരു വിഷയമല്ലാതായി വന്നിരിക്കുകയാണ്. ദൈവം പറഞ്ഞിരിക്കുന്ന, ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നിലയിലുള്ള ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കാൻ നമുക്ക് കഴിയണം. അവിടെയാണ് നമ്മൾ വ്യത്യസ്തരാകേണ്ടത്.
വി ആർ എ ഡിഫറെന്റ് പീപ്പിൾ. ഈ ലാമക്ക് ശരിക്കും മാനുഷികമായി പറഞ്ഞാൽ, മാനുഷികമായി ആണല്ലോ ഇപ്പൊ എല്ലാം മനുഷ്യൻ ആലോചിക്കുന്നത്, മാനുഷികമായി പറഞ്ഞാൽ ഹി വാസ് എ വണ്ടർഫുൾ പേഴ്സൺ. കാര്യം മിടുക്കനായ ഒരു വ്യക്തിയാണ്. ലാമക്ക് ഭാര്യമാരെ എടുത്തു. എന്നിട്ട് 20-ാമത്തെ വാക്യത്തിൽ ആദാ യാബാലിനെ പ്രസവിച്ചു. അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു. അതായത് യാബാൽ എന്ന അവന്റെ ആദ്യത്തെ മകൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു. അവൻ ഭയങ്കര ധനികനായി, ഭയങ്കര അന്നത്തെ ഏറ്റവും ധനികരായ ആളുകളുടെ പ്രത്യേകതയാണല്ലോ, അവർക്കാണല്ലോ കൂടുതൽ ആടുമാടുകളൊക്കെ ഉള്ളത്. ഇവൻ പശുപാലകന്മാർക്കും കൂടാരവാസികൾക്കും വലിയ ഫാം ഹൗസസും വലിയ പശുക്കൂട്ടവും ഒക്കെ ആയിട്ട് he was a very, what do you say, rich person. ആ കാലയളവിലെ ഏറ്റവും ധനികനായ വ്യക്തിയായിരുന്നു ലാമക്കിന്റെ 1-ാമത്തെ മകൻ. അവന്റെ സഹോദരൻ യൂബാൽ എന്നു പേർ. അവൻ കിന്നരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു. he was a great musician. സില്ല തൂബൽ കൈയിനെ പ്രസവിച്ചു. അവൻ ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടുമുള്ള ആയുധങ്ങളെ തീർക്കുന്നവനായി തീർന്നു. he was a mighty warrior. അപ്പോൾ വലിയ ധനികനായ ഒരു ഫാം ഹൗസ് ഉടമസ്ഥൻ, 2 ഒരു ഗ്രേറ്റ് മ്യൂസിഷ്യൻ, 3 മൈറ്റി വാരിയർ. അങ്ങനെയുള്ള മക്കളെ കോമ്പറ്റിറ്റീവായിട്ട് വളർത്തി. നമ്മൾ ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ വളരെ കോമ്പറ്റിറ്റീവായിട്ട് വളർത്തി. അങ്ങനെ കോമ്പറ്റിറ്റീവായിട്ട് വളർത്തുന്നതാണ് മാനുഷികമായി ഇന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളും ഇന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഭയങ്കര കോമ്പറ്റിറ്റീവായിട്ട് വളർത്തണമെന്നാണ്. ആത്മീകരായി വളർത്തണമെന്ന് ആരും പറയുന്നില്ല, കോമ്പറ്റിറ്റീവായിട്ട് വളർത്തണം. നമ്മൾ പിള്ളേരോടും പറയുന്ന അതാണ്, ആരുടെ തോളെ ചവിട്ടിയാണെങ്കിലും നിന്റെ തല മോളിൽ നിൽക്കണം. അങ്ങനെ കോമ്പറ്റിറ്റീവായിട്ട് വളർത്തണമെന്നാണ് പറയുന്നത്. ആരെയും ആശ്രയിക്കരുത്. ഞാൻ നേരെ തിരിച്ചാ പറയുന്നത്. വല്ലവരെയൊക്കെ ആശ്രയിച്ച് ജീവിക്കാനാ ഞാൻ ആഗ്രഹിക്കുന്നു. കാര്യം യേശുവിൻ്റെ വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് യേശു ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നെന്ന് എഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വല്ല ബന്ധമൊക്കെ വേണമെന്നേ. നമ്മളൊക്കെ മനുഷ്യരുടെയും കൂടെ കൃപയിൽ മുതിർന്നു വരണം. ആരെയും നമ്മൾ ഇന്ന് പഠിപ്പിക്കുന്നത് ആരെയും ആശ്രയിക്കാൻ പാടില്ല. നിന്റെ തല എല്ലാവരുടെയും തലയുടെ മുകളിലായിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനല്ല ദൈവം വിഭാവന ചെയ്തിരിക്കുന്നത്. ദൈവം ഒരു വ്യക്തിയെ ജനനത്തിൽ തന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നത് അനേകരുടെ കൃപയിൽ മുതിർന്നു വരാനാ. ഒരു കുഞ്ഞും ഭൂമിയിൽ ജനിച്ചു വീഴുമ്പോൾ ഇൻഡിപെൻഡന്റ് അല്ല, അവൻ സ്വതന്ത്രനല്ല, അവൻ ഇന്റർഡിപെൻഡന്റ് ആണ്. ദൈവം ഇൻഡിപെൻഡന്റ് ആയിട്ട് വളരാനല്ല നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്, നമ്മളെ ആക്കിയിരിക്കുന്നത് ഇന്റർഡിപെൻഡന്റ് ആയിട്ട് വളരാനാണ്. മറ്റുള്ളവരിലും കൂടെ ആശ്രയിച്ച് ജീവിക്കണം. നമ്മൾ ചിന്തിക്കുന്നത് അത് ഏതാണ്ട് വലിയ പാതകമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും അല്ല ബ്രദറെ എന്ന് പറയും. ഒരു കുഞ്ഞിനെ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത് ഒരു കുഞ്ഞിന് തനിയെ ജീവിക്കാൻ, തനിയെ വളരാൻ ഒരു കുഞ്ഞിന് കഴിയുമോ? കഴിയത്തില്ല. അതിന് അനേകരുടെ സഹായം വേണം, അവരെയൊക്കെ ആശ്രയിച്ച് വേണം ജീവിക്കാൻ. അതേപോലെ ആ കുഞ്ഞ് ഒരു 10, 20, 22 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അവൻ സ്വതന്ത്രനാകും. പിന്നെ കുറച്ച് നാള് അവൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കും. പക്ഷെ എന്താ സംഭവിക്കുന്നത്? 60, 65 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെയും അവൻ ഡിപെൻഡന്റ് ആകും. കാര്യം
ചെറിയ പ്രായത്തിൽ ഇന്റർഡിപെൻഡൻസ് ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ഇൻഡിപെൻഡൻ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് നാച്ചുറലി അവൻ്റെ ലൈഫ് ആ ആത്മീയതയിൽ നിന്നൊക്കെ ചോർന്നു പോകുന്ന അഹങ്കാരമൊക്കെ കയറി വരാനുള്ള സാധ്യത കൂടുതലാണ്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ മക്കളെയും മറ്റുള്ളവരെയും ഒക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. അത് നല്ല കാര്യമാണ്. അങ്ങനെയാ നമ്മൾ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആശ്രയം പഠിക്കുന്നത്. ഞാൻ ഇൻഡിപെൻഡൻ്റായി എന്നും ജീവിച്ചാൽ ഉണ്ടല്ലോ, എനിക്ക് ആത്മീകനായി ജീവിക്കാൻ കഴിയത്തില്ലെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം യേശു പോലും ജീവിച്ചത് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലാണ് അവിടുന്ന് മുതിർന്നു വന്നത്. അങ്ങനെ വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും സഹകരിച്ചും ചേർന്നിരുന്നും ഒക്കെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അല്ലാതെ ലാമക്കിന്റെ പിള്ളാരെ പോലെ ബഹളം. അല്ലെങ്കിൽ ലാമക്ക് അതുകൊണ്ട് എന്താ പറയുന്നത്? ലാമക്ക് പറയുന്നത് എനിക്ക് ആരുടെ സഹായം വേണ്ടെന്നാ പറയുന്നത്. നമ്മൾ അങ്ങനെയല്ല. എനിക്ക് എല്ലാവരുടെയും സഹായം വേണം. വേദോത്തിൽ എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു വാക്യമുണ്ട്. എന്നറിയാമോ? എന്നെ സഹായിക്കുന്നവരോടുകൂടി യഹോവ എൻ്റെ പക്ഷത്തുണ്ടെന്ന്. വേദോസിലെ വാക്യമാണ് ഞാൻ ഈ പറയുന്നൊക്കെ കേട്ടോ. എന്നെ സഹായിക്കുന്നവരോടുകൂടി യഹോവ എൻ്റെ പക്ഷത്തുണ്ടെന്ന്. അതേന്നെ, എനിക്ക് അവരോടൊക്കെ നന്ദിയുണ്ട്, സ്നേഹമുണ്ട്, എന്നെ സഹായിക്കുന്നവർ. മറ്റുള്ളവരുടെ സഹായം കൊണ്ടൊക്കെയാ. സഹായം എന്ന് പറയുമ്പോഴത്തേക്ക് വെറും സാമ്പത്തിക സഹായം മാത്രമല്ല ഞാൻ പറയുന്നത്. ഇന്റർഡിപെൻഡൻസ്. ഞാൻ ആളുകളെ സഹായിക്കുന്നുണ്ടാകാം, പക്ഷേ ഞാൻ ആളുകളുടെ സഹായം സ്വീകരിക്കുകയുണ്ട്. ഞാൻ ആരുടെയും സഹായം എനിക്ക് ആവശ്യമില്ലെന്ന് പറയുന്നവൻ അഹങ്കാരിയാണ്. അവൻ ദൈവികനല്ല. അത് ദൈവികമായ ഒരു വഴിയല്ല. ഇന്നത്തെ പിള്ളേർക്ക് ഇത് ഒരിക്കലും പിള്ളേർ ഈ ഇന്റർഡിപെൻഡൻസ് ഒന്നും ഇന്നത്തെ തലമുറയിലേ ഇല്ലാതെ പോയില്ലേ. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കുന്നത് ഏതാണ്ട് നാണക്കേട് പോലെയൊക്കെ. ഞാനൊരിക്കൽ ദുബായിലെ ഒരു ചർച്ചിൽ ഇത് പ്രസംഗിച്ചു കഴിഞ്ഞപ്പം ഉച്ച കഴിഞ്ഞ് ഒരു ഫാമിലി എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ആ വീട്ടിലെ മോൾ എന്നോട് പറഞ്ഞു, അങ്കിളെ, ഞങ്ങൾ ദൈവത്തെ ആശ്രയിക്കാം, പക്ഷെ മനുഷ്യനെ ആശ്രയിക്കാൻ ഞങ്ങളെ കിട്ടത്തില്ല. ഞങ്ങൾക്ക് ആരുടെ സഹായം വേണ്ട. നല്ല കൊച്ചാ, പാവം കൊച്ചാ. പക്ഷെ അതാണ് ലോകം അവരെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്. ലോകം മാത്രമല്ല, ലോകത്താൽ സ്വാധീനിക്കപ്പെട്ട വിശ്വാസികളായ മാതാപിതാക്കളും പിള്ളേരെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് ആരെയും ആശ്രയിക്കരുത്, നീ സ്വതന്ത്രനായിരിക്കണം. അങ്ങനല്ല പ്രിയമുള്ളവരെ. ഇത് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന 100 ചില്ലുവാനും ആൾക്കാരുണ്ട്. എനിക്കറിയാം നിങ്ങളിൽ തന്നെ നല്ലൊരു ശതമാനം ഇത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. നിങ്ങൾ തന്നെ പറയും, പിന്നെ വല്ലോനെ ആശ്രയിക്കാൻ. പക്ഷേ മറ്റുള്ളവരെ ആശ്രയിക്കാത്തവൻ അഹങ്കാരിയായി തീരുമെന്നുള്ളത് ഒരു സത്യമാണ്. അതുകൊണ്ടെന്നാൽ ലാമക്ക് തന്റെ ഭാര്യമാരോട് പറയുകയാണ് 23-ാം വാക്യത്തിൽ, ആദയും സില്ലയുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പീൻ, ലാമക്കിൻ ഭാര്യമാരെ എന്റെ വചനത്തിന് ചെവി തരുവിൻ. എന്റെ മുറിവിന് പകരം ഞാൻ ഒരു പുരുഷനെയും എന്റെ പരിക്കിന് പകരം ഞാൻ ഒരു യുവാവിനെയും കൊല്ലും. എന്നെ തൊട്ടോനെ തട്ടും എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അത് തന്നെ ഈ പറയുന്നത്. എന്നെ തൊട്ടോനെ തട്ടും. എന്തുകൊണ്ടാണ് പറയാൻ കാര്യം? പുറകിലുണ്ടല്ലോ മൈറ്റി വാരിയറൊക്കെ. മക്കളെ, ഭയങ്കര ആയുധങ്ങളെ തീർക്കുന്നവനൊക്കെയാണ്. ഇരുമ്പ് കൊണ്ടും ചെമ്പ് കൊണ്ടുമുള്ള ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങളെ തീർക്കുന്നവനൊക്കെയാണ് ഒരു മോൻ ഇഷ്ടം പോലെ കാശുള്ളവനാ. ഒരു മോൻ ഭയങ്കര മ്യൂസിഷ്യനാ. പിന്നെ നിന്ന് പറയാമല്ലോ, അഹങ്കാരമല്ല. അവൻ ആരെ ആശ്രയിക്കുന്നില്ലെന്നാ പറയുന്നത്. നോ, അങ്ങനെയല്ല. വമ്പ് പറയുന്നവൻ, അതാണ് നമ്മളിവിടെ കാണുന്നത്. വമ്പ് പറയുന്നവർ കയ്യിന് വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമക്കിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. ആ തലമുറയിലാ ഹാനോക്ക് ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, ഹാനോക്കിന് ഒരു കുടുംബം ഉണ്ടായിരുന്നു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കാം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ അതിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ വായിച്ചാൽ അവിടെ മനസ്സിലാകുന്നത്, ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെതുശലഹിനെ ജനിപ്പിച്ചു.
മെഥുശലേഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിന്റെ ആയുഷ്കാലമാകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അപ്പൊ ഞാൻ ഹാനോക്കിനെ കുറിച്ച് പലയിടത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. പ്രിയമുള്ളവരെ, നമ്മളും ദൈവത്തോട് കൂടെ നടക്കണം എന്ന് പറയുമ്പോൾ എന്നോട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, അതേ നമുക്ക് ഭാര്യയും പിള്ളേരും ഒക്കെ ഇല്ലേ, നമുക്കിപ്പം ദൈവത്തോട് കൂടെ നടക്കാനേ വരാൻ പറ്റും? എന്നാൽ ഈ പറഞ്ഞ ഹാനോക്കിനും കുടുംബം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഹാനോക്കിനും കുടുംബം ഉണ്ടായിരുന്നു, പക്ഷേ കുടുംബം ഉണ്ടായിട്ടും അവൻ ദൈവത്തോട് കൂടെ നടന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം. നമ്മുടെ വേദപുസ്തകത്തിൽ ദൈവത്തോട് കൂടെ നടന്നു എന്ന് പറയുന്ന രണ്ടാമത്തെ വ്യക്തി നോഹയാണ്. നോഹയെക്കുറിച്ച് നമ്മൾ അടുത്തത് പഠിക്കുന്നുണ്ട്. നോഹയുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിയാൽ നോഹയ്ക്ക് ഒരു കുടുംബം ഉണ്ടായിരുന്നു. കുടുംബം ഉണ്ടാകുന്നത് ദൈവത്തോടു കൂടെ നടക്കുന്നതിന് ഒരു തടസ്സമാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുകയില്ല. കുടുംബം ഉണ്ടെങ്കിലും ദൈവത്തോടു കൂടെ നടക്കാം, വ്യത്യസ്തനായി നടക്കുവാനായിട്ട് കഴിയും. ഹാനോക്ക് ലാമക്കിനെ പോലെ അവന്റെ മക്കൾ കോമ്പറ്റിറ്റീവ് ആയിരുന്നോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അവന്റെ മക്കൾ അത്ര നമ്മുടെ ഭാഷ പറഞ്ഞ അങ്ങ് ചൂത്തകളൊന്നും അല്ലായിരുന്നു. ഒന്നും അല്ലെങ്കിലും ലോകത്തിൽ ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ചിരുന്ന ആള് മെഥുശലേഹാണ്, ഇല്ലേ? മെഥുശലേഹിനെ നമ്മൾ വായിക്കുമ്പോൾ മെഥുശലേഹ് ഹാനോക്കിന്റെ മകനാണ്. ഹാനോക്കിനെ നമ്മൾ 21-ാമത്തെ വാക്യത്തിൽ ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥുശലേഹിനെ ജനിപ്പിച്ചു. മെഥുശലേഹിന്റെ ആയുഷ്കാലം 969 സംവത്സരമാണ്. അതായത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വർഷങ്ങൾ ജീവിച്ചിരുന്ന മെഥുശലേഹാണ്. അപ്പൊ മോനെ പട്ടിണിക്കിട്ട് കൊന്നുമൊന്നുമില്ല, ദൈവത്തിന്റെ കൂടെ നടന്നെന്ന് പറഞ്ഞുകൊണ്ട് പിള്ളേരെ നോക്കാതിരുന്നൊന്നുമില്ല. ദൈവത്തിന്റെ കൂടെ നടക്കുന്നവർ പിള്ളേരെ നോക്കരുതെന്നല്ല, പിള്ളേരെ നോക്കണം, പിള്ളേരെ വളർത്തണം, എല്ലാം വേണം. പക്ഷേ കുഞ്ഞുങ്ങളെ ആത്മീകരായി വളർത്തണം. ഈ മെഥുശലേഹും അതിനോട് ചേർന്ന് വേറെയും ഉണ്ട്. മെഥുശലേഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടുകൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിന്റെ ആയുഷ്കാലം 365 സംവത്സരമായിരുന്നു. പ്രിയമുള്ളവരെ, ഈ ഹാനോക്ക് മക്കളെ വളരെ നന്നായിട്ട് വളർത്തിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ പിന്നെ ഇത്രയും വർഷം ജീവിച്ചിരിക്കത്തില്ല. അതിനുള്ള ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ, വല്ലതും കഴിക്കാനും കുടിക്കാനും ഒക്കെ കൊടുത്തു തന്നെയാണ് വളർത്തിയത്. ആത്മീകരായതുകൊണ്ട് പിള്ളേരെ നന്നായിട്ട് വളർത്തരുതെന്ന് അർത്ഥമില്ല. പക്ഷേ പിള്ളേരുടെ മനോഭാവം എന്താണ്, നമ്മുടെ മനോഭാവം എന്താണ്? ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കുക എന്നുള്ളതല്ല. ഈ ഹാനോക്കും ലാമക്കും ഒരേ കാലയളവിൽ ജീവിച്ചിരുന്നവരാണ്. യൂദായുടെ ലേഖനത്തിൽ ഹാനോക്കിന്റെ ഒരു പ്രവചനത്തെക്കുറിച്ച് നമ്മൾ വായിച്ചതാണ്. യൂദായുടെ ലേഖനം അതിൻ്റെ 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, ആദാം മുതൽ 7-ാമനായ ഹാനോക്കും ഇവരെക്കുറിച്ച്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. അപ്പൊ ഹാനോക്കിന്റെ കാലയളവിൽ ദൈവത്തിന് വിരുദ്ധമായും ഹാനോക്കിന് വിരുദ്ധമായും സംസാരിക്കുന്നവർ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു, ഹാനോക്കിന് വിരുദ്ധമായി സംസാരിക്കുന്ന ആളുകൾ, ദൈവത്തിന് വിരുദ്ധമായും ഹാനോക്കിന് വിരുദ്ധമായി സംസാരിക്കുന്ന ആളുകൾ ഹാനോക്കിന്റെ തലമുറയിലുള്ളവരായിരിക്കണമല്ലോ. ആ തലമുറയിലുള്ളവർ എന്ന് പറയുന്നത് ലാമക്കിന്റെ തലമുറയാണ്. ലാമക്കിന്റെ ജനങ്ങൾ, ലാമക്കും മക്കളും ഒക്കെയാണ്. അങ്ങനെ ലാമക്കും മക്കളും ഹാനോക്കിനെതിരായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തവും ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും, തൻ്റെ നേരെ
ദൈവത്തിന് നേരെ മാത്രമല്ല, ദൈവത്തിന് നേരെയും ദൈവികനായ ഹാനോക്കിനെതിരായിട്ടും ഒക്കെ അവൻ സംസാരിച്ചു. ഞാൻ ഭാവനയിൽ കാണുകയാണ്, ഒരുപക്ഷെ മെതുശലേക്ക് വന്നിട്ട് പറഞ്ഞു കാണും, അപ്പാ അവൻ എന്നായി കിടന്ന് ചാടുന്നു, ഞാനൊന്ന് ചെന്ന് ചോദിക്കട്ടെ. ആരോഗ്യമൊക്കെ ഉണ്ട് ഹാനോക്കിന്, ഹാനോക്കിനല്ല മെതുശലേഖന്. പക്ഷെ ഹാനോക്ക് എന്ത് പറഞ്ഞു? മോനെ, നീ അത് ചെയ്യേണ്ട കാര്യമില്ല, അത് ദൈവത്തിന്റെ കാര്യമാണ്. ഭക്തികെട്ട പാപികളെ ബോധം വരുത്താൻ ദൈവം വരുന്നു, 1000 വിശുദ്ധന്മാരോടുകൂടെ കർത്താവ് വരുന്നു. നീ ആത്മീയനായിട്ട് ജീവിക്കും, നീ ദൈവത്തിന്റെ കൂടെ നടക്കും. ലാമക്ക് മക്കളെ കോമ്പറ്റിറ്റീവായിട്ട് വളർത്തിയപ്പോൾ ഹാനോക്ക് മക്കളെ ദൈവഭയത്തിൽ വളർത്തി. അതാണ് വ്യത്യസ്തത. ഈ കാലയളവിൽ നമുക്ക് ചുറ്റുമുള്ള ആളുകളെല്ലാം, ഒരുപക്ഷെ വിശ്വാസികൾ എന്ന് പറയുന്നവർ പോലും, മക്കളെ കോമ്പറ്റിറ്റീവായി വളർത്തി അഹങ്കാരികളാക്കി. ഇന്നത്തെ തലമുറയ്ക്ക് പറ്റിയിരിക്കുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് അഹങ്കാരികൾ. അവർക്ക് ആരുടെ സഹായം വേണ്ടെന്ന് അവർ പറയുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ഈ ഇത്രയും കോമ്പറ്റിറ്റീവായിട്ടുള്ള ജോലികളും മറ്റും കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ആരെ അവർക്ക് സഹായിക്കാൻ പോലും ഇല്ലല്ലോ, ഇല്ലേ? പണ്ട് കാലത്ത് നമുക്കൊക്കെ, ഒരു പ്രായമുള്ളവരുടെ കാര്യം ഞാൻ പറയുന്നത്, ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ നമ്മുടെ ചിന്ത എന്നാണെന്നറിയാമോ? എനിക്ക് എങ്ങനെ ജീവിക്കണമെന്നുള്ളതല്ല, എൻ്റെ അനിയന്മാരെ പഠിപ്പിക്കണം, എൻ്റെ പെങ്ങളെ കെട്ടിക്കണം, പപ്പായെ ഇനിയും കുറച്ച് സഹായിക്കണം, ഒരു ചെറിയ വീട് പണിയണം, ഒരു വണ്ടി വാങ്ങിക്കണം. ഇങ്ങനെ 100 കൂട്ടം കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് അതൊന്നും ഇല്ലല്ലോ. അവന് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവന് അവൻ്റെ പെങ്ങളെ കെട്ടിക്കണ്ട, അതിനുള്ളതെല്ലാം അപ്പൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അനിയന്മാരെ പഠിപ്പിക്കണ്ട, അതെല്ലാം അപ്പൻ ചെയ്തോളും, അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ട്. ധനികരായിപ്പോയി നമ്മളെല്ലാവരും. വീട് പണിയണ്ട, വീട് അടുത്ത 50 വർഷത്തേക്ക് ഫാഷൻ മാറാത്ത വീടുകൾ ഓൾറെഡി പണിത് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ഒന്നും ചെയ്യാനില്ല, പിന്നെന്താ, അടിച്ച് പൊളിച്ച് ജീവിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല. എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു എഞ്ചിനീയറാണ്. അവൻ്റെ കൂട്ടുകാരൻ്റെ എൻ്റെ കൂട്ടുകാരൻ്റെ മകൻ, അവന് ഒരു IT പ്രൊഫഷണലാ. അവനൊരു ജോലി കിട്ടി. ആദ്യത്തെ മാസം തന്നെ അവൻ 80,000 രൂപ 1,00,000 രൂപ അടുത്ത് ശമ്പളം കിട്ടി. അവൻ അടിച്ച് പൊളിച്ച് കൂട്ടുകാരും എല്ലാം കൂടെ വലിയ പാർട്ടിയെല്ലാം നടത്തിയപ്പോൾ ഈ എൻ്റെ കൂട്ടുകാരൻ അവനോട് ചോദിച്ചു, മോനെ, നിനക്ക് ശമ്പളം കിട്ടിയതല്ലേ, നീ നിന്റെ അമ്മയ്ക്ക് ഒരു സാരി വാങ്ങിച്ചു കൊടുത്തോ? അവൻ്റെ ചോദ്യം, അങ്കിളെ, അമ്മയ്ക്ക് എന്തിനാ സാരി? അമ്മയ്ക്ക് എന്തുമാത്രം സാരി ഉണ്ട്? ഈ ചെറുക്കന് ജോലി കിട്ടിയിട്ട് അമ്മയ്ക്ക് ഒരു സാരി വാങ്ങിച്ചു കൊടുക്കുക. അവന് പറയുന്ന അതിൻ്റെ ആവശ്യം എന്തോ? അമ്മയ്ക്കുണ്ടല്ലോ. അവന് സാരി എന്ന് പറഞ്ഞാൽ ഒരു തുണി മാത്രമാണ്. സ്വന്തം അമ്മയോട് പോലും ഒരു സ്നേഹമോ കരുതലോ ഇല്ലാത്ത. എല്ലാം വളർത്തിക്കോ, ഇതൊക്കെ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. എൻ്റെ ഈ പറഞ്ഞ ആളിൻ്റെ മറ്റൊരു കൂട്ടുകാരൻ എഞ്ചിനീയറാ. അവന് കല്യാണം കഴിച്ചു. ഒരു എഞ്ചിനീയറിങ് കഴിഞ്ഞ ഒരു പെൺകുട്ടി, ഇപ്പോഴല്ല, കുറേ വർഷം മുമ്പ് കല്യാണം കഴിച്ചു. അവർക്ക് 2 പിള്ളേരുണ്ടായി. 2 പിള്ളേരും വളരെ കോമ്പറ്റീറ്റീവായിട്ട് വിദേശ രാജ്യത്ത്, അമേരിക്കയിൽ അവർ വലിയ കമ്പനികളിൽ കയറി. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുണ്ടായ സമയത്ത് ഈ അമ്മ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി ജോലി രാജിവെച്ചു. ഭയങ്കര നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നതാണ്. ജോലി രാജിവെച്ച് കുഞ്ഞുങ്ങളെ വളർത്തി. കുഞ്ഞുങ്ങൾ കോമ്പറ്റീറ്റീവായിട്ട് വളർന്നു. അമേരിക്കയിൽ വലിയ കമ്പനിയിൽ അവർക്ക് നല്ല ജോലി കിട്ടി, 2 പേർക്ക്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഒന്ന് കാണാമെന്ന് ചിന്തിച്ച് ഈ എഞ്ചിനീയറായ അമ്മ അമേരിക്കയിൽ ചെന്ന് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മൂത്ത മോൻ വന്ന് അമ്മയെ കൊണ്ടുപോയി, കാറയിൽ കൊണ്ടുപോയി ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി റിസപ്ഷനിൽ നിന്ന് കീ വാങ്ങിച്ചിട്ട് കൊടുത്തു. മമ്മി, യു ക്യാൻ സ്റ്റേ ഹിയർ. എന്നെ ചോദിച്ചു, മോനെ, ഞാൻ നിൻ്റെ കൂടെ അല്ലേ താമസിക്കുന്നത്? ഐ എം സോറി മമ്മി, ഐ ഹാവ് എ ലോട്ട് ഓഫ് വർക്ക്, സോ യു ക്യാൻ സ്റ്റേ ഹിയർ, ഐ പേ ഓൾ ദ മണി.
അപ്പൊ അവര് ഇവന്റെ അനിയനെ വിളിച്ചു, മോനെ നിന്റെ ചേട്ടൻ പറഞ്ഞത് കേട്ടോടാ, എന്നെ ഹോട്ടലിൽ താമസിപ്പിക്കാൻ പോവാണെന്ന്. What is wrong in that? That is better. Even I do not have I cannot have you in my home. സ്വന്തം അപ്പനെ അമ്മയെ നോക്കാൻ പോലും കഴിയാത്ത, അല്ലെങ്കിൽ ഇല്ലാത്ത നിലയിൽ അങ്ങനെ പോലും ഇൻഡിപെൻഡന്റ് ആകാനാ നമ്മൾ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത്. ദൈവഭയത്തിൽ വളർത്തുവാനല്ല. ഹാനോക്ക് മക്കളെ ദൈവഭയത്തിൽ വളർത്തി, ദൈവഭയത്തിൽ വളർത്തി. അതുകൊണ്ട് മെതുശലേഹ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ചിരുന്ന വ്യക്തിയായിത്തീർന്നു. ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു. അതാണ് നമ്മൾ എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ച കാര്യമാണല്ലോ. എബ്രായ ലേഖനത്തിന്റെ 11-ാം അധ്യായത്തിൽ അതിന്റെ 5-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. ഹാനോക്കിന്റെ കാലയളവിൽ ജീവിച്ച ലാമക്ക് തന്നെ തന്നെ പ്രസാദിപ്പിച്ചപ്പോൾ ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു. ഹാനോക്ക് ഡിഫറൻ്റ് ആയിരുന്നു, വ്യത്യസ്തനായിരുന്നു. ഇവിടെ തന്നെ തന്നെ പ്രസാദിപ്പിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം. അന്ത്യകാലത്ത് മനുഷ്യർ സ്വസ്നേഹികളും, ഇല്ലേ, സ്വസ്നേഹികൾ. കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു കവിതയുണ്ട്, എനിക്ക് എന്നെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞൊരു കവിതയാണ്. എനിക്ക് എന്നെയാണ് ഇഷ്ടം. ഒരാൾ ചോദിക്കുകയാണ്, അല്ല അത് കഴിഞ്ഞാലോ? എന്നെയാണ് ഇഷ്ടം, അത് കഴിഞ്ഞാലോ? അദ്ദേഹത്തിന്റെ മറുപടി, അത് കഴിയുന്നേയില്ലല്ലോ. എനിക്ക് എന്നെയാണ് ഇഷ്ടം, അത് കഴിഞ്ഞാലോ? അത് കഴിയുന്നേയില്ലല്ലോ. അങ്ങനെ നമ്മളെ തന്നെ ഇഷ്ടപ്പെട്ട് നമ്മളെ തന്നെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ വ്യത്യസ്തരായിരിക്കണം. നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം. ലാമക്ക് തന്നെ തന്നെ പ്രസാദിപ്പിച്ചു, ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്നാണ് നമ്മൾ കാണുന്നത്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ട്, അതുകൊണ്ട് അവനെ കാണാതെയായി. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ 5-ാം അധ്യായത്തിൽ അത് കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട്. രസകരമായ നിലയിലാണ് അത് പറയുന്നത്. 5-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഹാനോക്കിന്റെ ആയുഷ്കാലം 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. എന്നും ദൈവത്തിന്റെ കൂടെ നടപ്പ്. അങ്ങനെ എല്ലാ ദിവസവും ദൈവത്തിന്റെ കൂടെ നടന്ന് ഒരു ദിവസം ഞാൻ ഭാവനയിൽ ഇങ്ങനെ കാണുകയാണ്, ഒരു ദിവസം ഇവര് നടന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിങ്ങനെ നടന്ന് കുറെ അങ്ങ് നടന്നു. ഒരുപക്ഷെ ദൈവം പറഞ്ഞു കാണും, ഹാനോക്കേ നീ ഇപ്പൊ നിന്റെ വീട്ടിൽ നിന്ന് ഒത്തിരി ദൂരെയാ, എന്റെ വീടാ കുറച്ചുകൂടെ അടുത്ത്, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യേ, നീ എന്റെ വീട്ടിലോട്ട് ഇങ്ങ് പോരെ എന്ന് പറഞ്ഞ് ഹാനോക്കിനെ കൂടെ കൂട്ടിക്കൊണ്ട് ദൈവം നേരെ അങ്ങ് പോയി. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി എന്ന വാക്ക് എഴുതിയിരിക്കുന്നത് ആൻഡ് ഹി വാസ് നോട്ട്, അവൻ ഇല്ലാതെയായെന്നാണ്. അതായത് അവന് ഭൂമിയിലെ ഒന്നും ഇല്ല, അവൻ ഹി വാസ് നോട്ട്. കാര്യം അവൻ ദൈവത്തിന്റെ കൂടെ നടന്ന് അവനിൽ ഇപ്പൊ ദൈവികത മാത്രമേ ഉള്ളൂ, ലൗകികമായതൊന്നുമില്ല, ലോകത്തിൻ്റെതായ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് അവൻ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ദൈവത്തോട് ചേർന്ന് നടക്കുന്നവനായ ഹാനോക്ക് ലാമക്കിനെ പോലെയല്ല, സ്വയം പ്രസാദിപ്പിക്കുകയല്ല. വ്യത്യസ്തനായ ഹാനോക്ക്, ആ തലമുറയിലെ വ്യത്യസ്തനായ ഹാനോക്ക്, അവൻ ദൈവവുമായിട്ട് ഒരുമിച്ച് നടന്നു. ദൈവവുമായിട്ട് ഒരുമിച്ച് നടക്കണമെങ്കിൽ ദൈവവുമായിട്ട് ചേർന്നിരിക്കേണ്ടത്. ആമോസിന്റെ പ്രവചനത്തില് ഒരു വാക്യമുണ്ട്. ആമോസിന്റെ ബുക്ക് ഓഫ് ആമോസില് അതിന്റെ 3-ാമത്തെ അധ്യായത്തില് അവിടെ 1 മുതലുള്ള വാക്യങ്ങൾ, ഇസ്രായേൽ മക്കളെ, നിങ്ങളെക്കുറിച്ചും ഞാൻ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച സകല വംശത്തെക്കുറിച്ചും യഹോവ അരുളി ചെയ്തിരിക്കുന്ന ഈ വചനം കേൾപ്പീൻ.
ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നിങ്ങളിൽ സന്ദർശിക്കും. 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കും. കർത്താവ് പറയാണ്, ഇസ്രായേലേ, നിങ്ങളെ മാത്രമേ ഞാൻ തിരഞ്ഞെടുത്തുള്ളൂ എല്ലാ ജനതകളിലും വെച്ച്. നിങ്ങളൊരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് നിങ്ങൾ പറയുമായിരിക്കും, ശരിയാണ്. പക്ഷേ നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ അകൃത്യം ചെയ്താൽ ഞാൻ നിങ്ങളെ സന്ദർശിക്കും. നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ദൈവമക്കളായതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് കാണിച്ചാലും ദൈവം അങ്ങ് ക്ഷമിക്കുമെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, നേരെ തിരിച്ചാ. നമ്മൾ ദൈവമക്കളായതുകൊണ്ട് ഒരു ചെറിയ തെറ്റുപോലും ദൈവത്തിന് പെട്ടെന്ന് ക്ഷമിക്കാൻ കഴിയില്ല. കാരണം എന്താണ്? കാരണം 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? നമ്മുടെ ചെറിയ തെറ്റുകളെ പോലും ശിക്ഷണത്തിലേക്ക് നമ്മളെ ശിക്ഷിച്ച് പറഞ്ഞു വിടുകയല്ല, നരകത്തിൽ തള്ളിവിടുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ശിക്ഷണം, ഡിസിപ്ലിൻ, പനിഷ്മെന്റ് വേറെ, ഡിസിപ്ലിൻ വേറെ. ആ ഡിസിപ്ലിനിലേക്ക് കർത്താവ് നമ്മളെ നയിക്കുമെന്നുള്ളതിന് സംശയമില്ല. കാര്യം കർത്താവ് ആഗ്രഹിക്കുന്നു 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? ദൈവത്തിന്റെ കൂടെ നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ട്, കൂടെ നടക്കാനുള്ളത് കൊണ്ടാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ശിക്ഷണങ്ങളൊക്കെ തരുന്നത്. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഞാനിപ്പം വഴി നടന്നു പോകും, വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ എൻ്റെ അയൽവക്കത്തെ പിള്ളേരിരുന്ന് ചീട്ട് കളിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ ഉടനെ തന്നെ അവനെ പിടിച്ച് തല്ലുകയും പിടിക്കുകയൊന്നുമില്ല. പകരം ഞാനിങ്ങനെ പറയും, എന്തോ പറയാനാ, മുട്ടയെന്ന് വിരിഞ്ഞില്ല, കണ്ടില്ലയോ അവനൊക്കെ ഇരുന്ന് ചീട്ട് കളിക്കുന്നത്. ഇന്നത്തെ തലമുറ എന്തോ പറയാനാ. പക്ഷെ പിറ്റേ ദിവസം ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ മകനാണ് അവിടെ ഇരുന്ന് ചീട്ട് കളിക്കുന്നതെങ്കിൽ ഞാൻ ഒരിക്കലും പറയത്തില്ല, എന്തോ പറയാനാ ഇക്കാലത്തെ പിള്ളേരുടെ കാര്യമേ എന്ന് ഞാൻ പറയോ? ഇല്ല. ഞാൻ അങ്ങോട്ട് ചെല്ലും, ഇങ്ങോട്ട് പിടിച്ച് 2 പിട കൊടുത്ത് കയറാ വീട്ടിൽ നിന്ന് പറയും. എന്നാന്നറിയാമോ? മറ്റേതെൻ്റെ അയൽവക്കക്കാരൻ്റെ മകനാ, ഇത് എൻ്റെ മോനാ, അവൻ എൻ്റെ കൂടെ ജീവിക്കാനുള്ളവനാ, എൻ്റെ കൂടെ താമസിക്കാനുള്ളവനാ, എൻ്റെ കൂടെ വസിക്കാനുള്ളവനാണ്. അപ്പോൾ ദൈവം നമ്മളെ ചെറിയ പാപങ്ങളെ പോലും ശിക്ഷണത്തിലൂടെ കടത്തിവിടുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടുന്ന് നമ്മളോടുകൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. കർത്താവ് ചോദിക്കുകയാണ്, 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? നമ്മൾ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ആളുകളായിരിക്കണം. ചേർന്ന് നടക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. ലാമക്കിനെ പോലെ അല്ല ഹാനോക്ക്. ഹാനോക്കിന്റെ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇതേപോലെ ഓരോ ചരിത്രവും പഠിക്കുകയാണ്. നമുക്ക് നാളെ നോഹയുടെ കാലയളവിൽ നോഹ എങ്ങനെ വ്യത്യസ്തനായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നാളെ പഠിക്കാം. ഇന്ന് നമ്മൾ പഠിച്ചത് നമ്മൾ പറഞ്ഞല്ലോ, ഹാനോക്കിനെ കുറിച്ചും ലാമക്കിനെ കുറിച്ചും പഠിച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം എത്ര വ്യത്യസ്തമായിരിക്കണം എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. ഡെയർ ടു ബി ഡിഫറൻറ്റ്. മറ്റുള്ളവരെ പോലെ ആകരുത്. നമ്മുടെ സമൂഹത്തിൽ മറ്റുള്ളവരെ പോലെ ആകരുത്. ലാമക്ക് ഈ കാലയളവിലെ സെക്യുലർ ലോകത്തെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും ഞാൻ ചിലപ്പം പത്രോസിനോട് കർത്താവ് പറഞ്ഞ വാചകമുണ്ടല്ലോ, പത്രോസ് വലിയ കാര്യമായിട്ടെല്ലാം പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. ഉടനെ കർത്താവ് പറഞ്ഞു, യെസ്, ദൈവമാണ് നിനക്കിത് വെളിപ്പെടുത്തിയത്, അല്ലെ എൻ്റെ സ്വർഗസ്വനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഞാൻ ക്രിസ്തു ആകുന്നത് മരിച്ചുകൊണ്ടാണ്, തനിക്ക് സംഭവിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പത്രോസ് പെട്ടെന്ന് ചാടിക്കറി പറഞ്ഞു, കർത്താവേ, നിനക്ക് അങ്ങനെ ഭവിക്കരുതേ. കർത്താവ് പത്രോസിനെ വിളിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, സാത്താനെ, എന്നെ വിട്ടുപോ. എന്നിട്ട് അതിനോട് ചേർന്ന് പറയുന്ന വാക്കെന്താണെന്നറിയാമോ? നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ അന്വേഷിക്കുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? നീ ദൈവത്തിൻ്റെതല്ല സാത്താൻ്റേത് അത്രേ അന്വേഷിക്കുന്നതെന്നല്ലേ പറയേണ്ടത്. പക്ഷെ കർത്താവ് പറയുന്നത് ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ അന്വേഷിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ?
ദൈവികതയുടെ വിപരീത തലത്തിൽ നിൽക്കുന്നത് എപ്പോഴും സാത്താന്യമായിരിക്കണമെന്നില്ല, മാനുഷികതയായാലും മതി എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഇന്ന് ദൈവികതയുടെ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്നത് മാനുഷികതയാണ്. ഹ്യൂമൻ തിങ്സ്, മാനുഷികത. അപ്പോൾ മാനുഷികമായ കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ വ്യത്യസ്തരാകേണ്ടത്. അത് പൈശാചികമല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും ആശ്വസിക്കരുത്. ഇന്നത്തെ നമ്മുടെ വലിയ ശത്രു എന്ന് പറയുന്നത്, നമ്മൾ പറയും വർഗീയവാദികളാണ്, മറ്റേയാണ് മറിച്ചാണെന്ന് പറയും. ശരിയാണ്, ഞങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണല്ലോ, ശരിക്കും അനുഭവിക്കുന്നവരാണ്. വടക്കേ ഇന്ത്യയിലൊക്കെ ഞങ്ങൾ ശരിക്കും വർഗീയവാദികളുടെ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ആത്മീയ ജീവിതത്തിൽ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്നത് ആത്മീയതയും വർഗീയവാദവും തമ്മിലല്ല, പ്രത്യുത ആത്മീയതയും ലൗകികതയും തമ്മിലാണ്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശത്രു നമ്മുടെ സഭയിലേക്ക് കയറിയിരിക്കുകയാണ്. ലോകത്തെ നമ്മുടെ സഭയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ലൗകികത, സെക്യുലറിസമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഏറ്റവും വലിയ ശത്രു. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളതൊക്കെ. ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നമ്മൾ ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടതായ ശത്രുവാണ് സെക്യുലറിസം. സെക്യുലറായിട്ട് ചിന്തിക്കാനാണ് നമ്മൾ, അതായത് ആത്മീകമായി. പത്രോസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പത്രോസ് എന്താ പറയുന്നത്? നിനക്ക് അങ്ങനെ ഭവിക്കരുതേ, അതായത് നീ ക്രൂശിക്കപ്പെടണ്ട, നീ അല്ലാതെ അങ്ങ് മശിഹയായാ മതി എന്നാണ് പത്രോസ് പറയുന്നത്. കർത്താവ് പറഞ്ഞു, നീ മനുഷ്യൻ്റെതാണ് ചിന്തിക്കുന്നത്, മാനുഷികമായി നോക്കിയാൽ അതായിരിക്കും ശരി, പക്ഷേ നീ സാത്താന്റെ ഏജന്റ് ആവുകയാണ്. ഇന്ന് വിശ്വാസികളിൽ തന്നെ സെക്യുലറിസം വർദ്ധിച്ചു വരികയാണ്. നമ്മുടെ സഭകളിലൊക്കെ സെക്യുലറിസം കയറി വരികയാണ്, ലൗകികത കയറി വരികയാണ്. ഏറ്റവും വലിയ പ്രശ്നം, ലോകം നല്ലതെന്ന് പറയുന്നതാണ് നമ്മൾ കയറി പിടിക്കുന്നത്. സമയമില്ല, എൻ്റെ സമയം തീരുകയാണ്. ഞാൻ പറയട്ടെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യരുടെ ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അറപ്പാകുന്നെന്നാ കർത്താവ് പറഞ്ഞത്. ലോകം അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അറപ്പാണ്. കോമ്പറ്റിറ്റീവായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്ന് സ്വാർത്ഥരായി തീരുന്നത് ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ. അവർ കോമ്പറ്റിറ്റീവായിട്ട് വളർന്നു കഴിഞ്ഞാൽ, ഓ മിടുക്കരി പിള്ളേർ, നിങ്ങളുടെ പിള്ളേരൊക്കെ എന്നാ മിടുക്കരി പിള്ളേരാണെന്നൊക്കെ ലോകം പറയും. പക്ഷേ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അറപ്പാണ്. ദൈവം പറയുകയാണ്, സ്വാർത്ഥത നിറഞ്ഞ ഈ തലമുറ നശിച്ചു പോയല്ലോ. അവർ കോമ്പറ്റിറ്റീവായിട്ട് വളർന്നു, പക്ഷേ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും കഴിയാത്തവരായി വളരുകയാണെങ്കിൽ അത് അറപ്പാണ് ദൈവത്തിൻ്റെ മുമ്പിൽ. ലാമക്കിന്റെ മക്കൾ വലിയ വിജയമായിരുന്നു ജനങ്ങളുടെ മധ്യത്തിൽ, പക്ഷെ ദൈവത്തിൻ്റെ മധ്യത്തിൽ, ദൈവത്തിൻ്റെ കണ്ണുകളിൽ അത് അറപ്പാണ്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. നമുക്ക് വ്യത്യസ്തരാകാം. ലോകം നമ്മളിലേക്ക് കടക്കുവാൻ ഇടയാകരുത്. ലാമക്കിനെ പിൻപറ്റുവാനല്ല, ഹാനോക്കിനെ പിൻപറ്റുവാൻ നമുക്ക് കഴിയണം. ലാമക്ക് മക്കളെ ലൗകികരായി വളർത്തി, ഹാനോക്ക് മക്കളെ ദൈവഭയത്തിൽ വളർത്തി. ലാമക്ക് അഹങ്കാരിയായി തീർന്നു, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ഇന്ന് നമ്മൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കാം, ഞാൻ ദൈവത്തോടുകൂടെ നടക്കാനാണോ തീരുമാനമെടുത്തിരിക്കുന്നത്? ദൈവത്തോടുകൂടെ നടന്നാൽ നീ ഡിഫറൻ്റ് ആയിരിക്കും, നീ വ്യത്യസ്തനായിരിക്കും, അതിന് സംശയമില്ല. അതിന് ദൈവത്തോടു കൂടെ നടക്കണം. ഞായറാഴ്ച ആരാധനയ്ക്ക് മാത്രമല്ല, 24/7 ദൈവത്തിൻ്റെ കൂടെ നടക്കണം. 24 മണിക്കൂറും ദൈവത്തോട് കൂടെ നടക്കണം.
അതിന് ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാ.